Thank you guys. ഒന്നും കൊണ്ട് കിട്ടാം. ഹാപ്പിയാണ്. നല്ല എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസ് ജീവിതം? അടിപൊളിയാണ്. നമ്മള് പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല, അകത്ത് സൂപ്പറാണ്. റെസ്റ്റ് എടുക്കാൻ ആഗ്രഹമുണ്ട്. എന്തായാലും സംസാരിക്കാം. പുറത്ത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, പക്ഷെ അകത്തത്തെ ജീവിതം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പിന്നെ എന്താ പറയുക, ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ അത്രയും ദിവസം നിൽക്കുമ്പോൾ മെന്റലി നമ്മുടെ തലയെല്ലാം പോകും, വേറെ ലെവലാകും. എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. എന്നെപ്പോലെ ഒരാൾക്ക് ഇത്രയും ദിവസം നിൽക്കാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യം, ഭയങ്കര ഭാഗ്യമാണ്. 70 ദിവസത്തിനും എത്ര 70 അത്രയും ദിവസമൊക്കെ നിന്നു. സോ എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ അച്ചീവ്മെൻ്റ് ആണ് ഈ ചെറിയൊരു ഇതിൽ വലിയ രീതിയിൽ അത്രയും നേരം അത്രയും നാളാണ് നിൽക്കാൻ പറ്റിയത്. ബാക്കി പിന്നെ അങ്ങനെ ചോദിച്ചാൽ ഔട്ട് ആവേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ ഡൗൺ ആയിരുന്ന സമയത്ത് ഔട്ട് ആവേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പൊ കയറി വന്നപ്പോ പെട്ടെന്ന് ഔട്ട് ആകുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എവിക്ഷന്റെ ഡേ അന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ തന്നെ ആയിരിക്കും പോകുന്നത്. കളിച്ചു വന്നിരുന്നു, വീണ്ടും പഴയ ഒരു റസ്മിൻ ബൈ ആയിട്ട് വന്നതായിരുന്നു. പക്ഷെ പിന്നെ അല്ല, ഇപ്പൊ ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗബ്രി ഔട്ടായി, ഇനി അടുത്ത രശ്മിൻ ഔട്ടായി. അപ്പൊ ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഔട്ട് ആവണത്. അല്ല, അങ്ങനെയാണോ? എന്തെങ്കിലും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അത് ഇപ്പൊ എനിക്ക് മനസ്സിലായത്, ഞാൻ ഔട്ട് ആവാൻ റീസൺ ഞാൻ കുറച്ച് ഡൗൺ ആയി നിന്നത് കൊണ്ട് തന്നെയാണ്. ആ സമയത്ത് ഔട്ട് ആയില്ലല്ലോ. അല്ല, ആ സമയത്ത് ചിലപ്പോ എന്താ പറയാ, എനിക്കൊന്നും, ഞാൻ ആ സമയത്ത് ക്യാപ്റ്റനായി പവർ റൂമിൽ കയറി, മേ ബി അതൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷെ ഈ 2 ആഴ്ച ഞാൻ മാക്സിമം നല്ല രീതിയിൽ നിൽക്കാൻ ട്രൈ ചെയ്തു, തിരിച്ചു വന്നായിരുന്നു. പക്ഷെ ജാസ്മിന്റെ പേരൻസ് വന്നു പോയതിനു ശേഷം എല്ലാം അടിപൊളിയാ, ഹാപ്പിയാണ്. ശരിക്കും ഭയങ്കര സന്തോഷമാണ്. ലാൽ സാറിന്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ ഇറങ്ങാൻ പറ്റി, ലാൽ സാറിനെ നേരിട്ട് വിഷ് ചെയ്യാൻ പറ്റി. അത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. ഗൈസ് കം ഓൺ, ഇതൊക്കെ ഇനി പിന്നെ ഡിസ്കസ് ചെയ്യാം. അവർ നല്ല ഫ്രണ്ട്സ് ആണ് എല്ലാ രീതിയിലും. ഞാനൊന്ന് പൊക്കോട്ടെ. കപ്പടിക്കുകയാണെങ്കിൽ ഹൗസിന്റെ ഉള്ളിൽ നിന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളിപ്പോ ഞാനിപ്പോ ഔട്ടായതും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, പെട്ടെന്ന് ഔട്ടായി. കപ്പടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്സരയ്ക്ക് ഉണ്ട്, ജാസ്മിൻ ഉണ്ട്, പറയാൻ പറ്റില്ല. ഒരാൾക്ക് ഒരു കപ്പേ ഉള്ളൂ. അപ്പൊ ആരാണ്?